ഒടുവിൽ അമേരിക്കയും ബ്രിട്ടനും തെറ്റിപ്പിരിയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയം റഷ്യയും അമേരിക്കയും നേരിട്ട് ഇടപെട്ടുകൊണ്ട് തീർക്കും എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഉടക്കിയിരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇപ്പോൾ ഫ്രാൻസിൽ വെച്ച് ഇമ്മാനുവൽ മാക്രോൺ അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചു ചേർത്തിരിക്കുന്ന ഉക്രൈൻ സംബന്ധമായിരിക്കുന്ന ചർച്ച ചെയ്യാൻ ഉക്രൈനെ വിളിച്ചിട്ടില്ല എന്നൊരു പരാതി ഉക്രൈൻ പറയുന്നതോടൊപ്പം ബ്രിട്ടൻ അതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയോടുള്ള വെല്ലുവിളിയായിട്ട് അത് കണക്കാക്കുന്നു. ഇതിന് മുൻപ് തന്നെ ഭീകര അച്ചുതണ്ടിന് നേഴ്സറിയായി യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ജർമ്മനിയെയും ബ്രിട്ടനെയും ഉദ്ദേശിച്ചുകൊണ്ട് നിലവിലെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. തങ്ങൾ ഉദ്ദേശിച്ചത് ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒഴിവുകഴിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ബ്രിട്ടനെ ഉദ്ദേശിച്ചാണ്. ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ഒന്നായിരുന്നു ഒരു കാലത്ത് ബ്രിട്ടന്, ഇപ്പോൾ അത് അമേരിക്കയാണ്. എന്നാൽ അമേരിക്കയുടെ നയങ്ങളോടും നിലപാടുകളോടും ഒപ്പം ചേർന്ന് നിന്ന് എല്ലാ കാലത്തും